ബർത്ത്ഡേ പോയി. കമ്പനിക്കാരുടെ പിറന്നാളാണിത്. അപ്പോൾ വേറെ ഒന്നുമില്ല, മന്തി വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ മന്തി കഴിക്കാൻ പോകില്ല. എല്ലാവർക്കും പിറന്നാൾ വന്നു കഴിഞ്ഞാൽ മന്തി കഴിക്കണം എന്നുള്ള മൂടാണ്. മന്തി കഴിച്ചിട്ടൊരു സമാധാനം കിട്ടൂലേ. ചെക്കന്മാരൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും സെറ്റാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് കേക്ക് മുറിച്ചിട്ടാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ കേക്ക് മുറിച്ചാലല്ലേ നമുക്ക് മന്തി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കാൻ കിട്ടും. ഇവിടെ പോയിട്ട് ഞാൻ എവിടെ പോയി കുത്തിട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കറുപ്പ് വെൻ്റെല്ലോട് വെള്ളം. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് വേഗം പരിപാടികൾ തീർത്തിട്ടോ. കാരണം വിശന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലേ. മന്തി എന്നുള്ള ഒറ്റ ടാർഗറ്റ് മാത്രമേ മന്തിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ ചെക്കൻ്റെ മുഖത്തങ്ങ് കാണിച്ചു. ഫുഡേക്കും വേറെ എവിടെയല്ല പോയത്, കട്ടൻസ് എന്ന റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. അതും ഫറൂഖിലാട്ടോ. ലൊക്കേഷൻ കുറച്ച് നേരം മിററിൽ നോക്കിയിട്ട് കുറച്ച് ഷോട്ട് നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും പറയണ്ടല്ലോ. വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ചെസ്റ്റ് ആയിരിക്കും ലെഗ് ആയിരിക്കും എന്നുള്ള കണ്ടുപിടുത്തായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ എന്താ പറയുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഒന്നല്ല, ചെസ്റ്റ് പീസ് കിട്ടിയെന്നുള്ള സന്തോഷത്തോടെ പറയുന്ന രംഗാണ് ഇപ്പം ഇങ്ങനെ കാണുന്നത്. ബിബിനും അതേപോലെ അനുഗ്രഹനും ഈ പിറന്നാളുകാരനുമാണ് ചെസ്റ്റ് പീസ് കിട്ടും. ഞാൻ ഈ വീരവാദം നോക്കുന്ന വേറെ ഒന്നല്ല, ഞാനൊരു 100 രൂപേൻ്റെ ചാലഞ്ച് വെച്ച് എല്ലാവരും അതിൽ വീകും ചെയ്ത്. വേറെ ഒന്നല്ല, കൂടുതലാരും മന്തി കഴിക്കുന്ന ഓർക്ക് 100 രൂപ സമ്മാനമൊക്കെ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം ഇറങ്ങിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചാലഞ്ചും കാര്യങ്ങളൊക്കെ എവിടെ വേറെ ഒന്നല്ല, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവർ പറഞ്ഞത് റൈസ് അൺലിമിറ്റഡ് അല്ല, റൈസ് ലിമിറ്റഡ് ആണെന്നുള്ളത്. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ സർവീസ് ടീം വന്നിട്ട് പറഞ്ഞു ഇത് ലിമിറ്റഡ് ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറയാം അൺലിമിറ്റഡ് ആണ്. കൺഫ്യൂഷൻ ആയി പോയതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ സർവീസ് ആയിട്ട് ആവറേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡും കഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓക്കെ, ബൈ, നാളെ.